മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെതിരെ അസാധാരണ നീക്കവുമായി പോലീസ്. രാത്രി 12 മണിക്ക് വീട്ടിലെത്തി പരിശോധന നടത്തുമെന്നായിരുന്നു പോലീസിന്റെ അറിയിപ്പ്. പരിശോധനയ്ക്ക് എത്തിയില്ലെങ്കിലും പോലീസ് നടപടി ദുരൂഹമാണെന്നും ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും സിദ്ദിഖ് കാപ്പൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വേങ്ങര പോലീസ് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥർ സിദ്ദിഖ് കാപ്പന്റെ വീട്ടിലെത്തിയത്. രാത്രി വീട്ടിലുണ്ടാകുമോ എന്ന് അന്വേഷിച്ച ഇവർ അർദ്ധരാത്രി 12 മണിയോടെ മലപ്പുറത്തു നിന്നും പോലീസ് എത്തുമെന്ന് സിദ്ദിഖ് കാപ്പനെ അറിയിക്കുകയായിരുന്നു. അസാധാരണ നീക്കത്തെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും കൂടുതലൊന്നും പറയാൻ പോലീസ് തയ്യാറായില്ല. രാത്രി 2 മണിവരെ കാത്തിരുന്നെങ്കിലും പോലീസ് എത്തിയില്ല. എന്തിനു വേണ്ടിയാണ് അർദ്ധരാത്രിയിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തുന്നതെന്ന് വ്യക്തമല്ലെന്ന് സിദ്ദിഖ് കാപ്പൻ പറഞ്ഞു. താൻ ഒരു സ്ഥിരം കുറ്റവാളിയല്ല, പോലീസ് നീക്കം നിഗൂഢമാണെന്നും സിദ്ദിഖ് കാപ്പൻ പ്രതികരിച്ചു. സാധാരണ ചെക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ അസാധാരണമായ സമയമാണല്ലോ, 12 മണിക്ക് ശേഷം. പ്രത്യേകിച്ച് ഒരു വീട്ടിൽ വന്നിട്ട് പ്രത്യേകമായ ഒരു സാഹചര്യം ഇല്ലാത്ത സമയത്ത് 12 മണിക്ക് ശേഷം ചെക്കിങ്ങിന് വരിക എന്ന് പറയുന്നത് ഞാനൊരു ഹാബിച്വൽ ഒഫൻഡറൊന്നുമല്ല. വീട്ടിലെ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഇവരൊക്കെ ഉറക്കം ഒഴിച്ചിട്ട് ഈ പോലീസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു നിഗൂഢത ഉണ്ടാക്കുന്നതാണ് പൊതുസമൂഹത്തിനിടയിലോ അല്ലെങ്കിൽ ആരെയോ ഭയപ്പെടുത്താനുള്ള ശ്രമം. പോലീസ് ആസ്ഥാനത്തു നിന്നും സാധാരണ ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് പരിശോധന നടത്താൻ തീരുമാനിച്ചതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. സിദ്ദിഖ് കാപ്പൻ കേസിൽ ഉൾപ്പെട്ട ജാമ്യത്തിലുള്ള വ്യക്തിയാണ്. ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ പട്ടിക പോലീസിന്റെ പക്കലുണ്ട്. അതുപ്രകാരം നടത്തുന്ന പരിശോധനകളുടെ ഭാഗമായിരുന്നു അന്വേഷണമെന്നും പോലീസ് വിശദീകരിച്ചു. ഹത്രാസ് സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ UP പോലീസ് കേസെടുത്ത് ജയിലിലടച്ച മാധ്യമപ്രവർത്തകനാണ് സിദ്ദിഖ് കാപ്പൻ. ന്യൂസ് 18 മലപ്പുറം. മുനമ്പം പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ പുതിയ വഖഫ് നിയമത്തിനാകില്ലെന്ന് തുറന്നടിച്ച് കോട്ടപ്പുറം രൂപത. പുതിയ വഖഫ് നിയമത്തിൽ നെഗറ്റീവായ കാര്യങ്ങളുമുണ്ടെന്ന് മുനമ്പം ഉൾപ്പെടുന്ന കോട്ടപ്പുറം രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ പ്രതികരിച്ചു. അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥയടക്കം ഒട്ടും പോസിറ്റീവായല്ല കാര്യങ്ങൾ. നിയമത്തിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് വിശദമായി പഠിച്ചാലേ പറയാനാകൂ എന്നും ബിഷപ്പ് ആംബ്രോസ് Q18നോട് പറഞ്ഞു. മുനമ്പം സമരത്തിന് എല്ലാ പരിഹാരവുമായി വഖഫ് നിയമ ഭേദഗതി ബില്ലോടെ എന്ന് ആവർത്തിച്ചു പറയുന്നു BJP നേതാക്കന്മാരെല്ലാവരും തന്നെ. അങ്ങനെ സഭ കരുതുന്നുണ്ടോ? കോട്ടപ്പുറം രൂപത അങ്ങനെ കരുതുന്നുണ്ടോ? സഭയും കോട്ടപ്പുറം രൂപതയും ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ചതായിട്ട് കരുതുന്നില്ല. ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇത് കോടതിയിൽ നിന്നുള്ള വിധി വന്നിട്ട്, പ്രത്യേകിച്ച് വഖഫ് ബോർഡിൻ്റെ പേരിൽ ഇവരുടെ പേരുകൾ രജിസ്റ്ററിൽ കയറിയിട്ടുണ്ട്. ആ പേരുകൾ രജിസ്റ്ററിൽ മാറിക്കഴിഞ്ഞു റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇതിന് പ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ അമെൻമെൻറ്റിൽ തന്നെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില നെഗറ്റീവായിട്ടും. ഞാനിപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമെൻമെന്റിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഒരു ബോർഡിൻ്റെ അകത്ത് മുസ്ലിങ്ങളല്ലാത്തവരെ ചേർക്കുക എന്നുള്ളത് അത് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല.